السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം നിഅമത്തുകളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു നമുക്ക് ഹലാലായ സുഭിക്ഷമായ ഭക്ഷണം നൽകി അത് കഴിക്കാനുള്ള ആരോഗ്യവും മറ്റ് സൗകര്യങ്ങളെല്ലാം നൽകി എന്നുള്ളത്. ഈ നൽകിയ നിഅമത്തുകൾക്കൊക്കെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാവണം, നന്ദിയുള്ള അടിമകളാകണം. ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകി, നമുക്ക് സമ്പത്ത് നൽകി, നമുക്ക് കൃഷിയിടം നൽകി, അതിൽ കൃഷി ചെയ്യാനുള്ള തൗഫീഖ് നൽകി, അതല്ലെങ്കിൽ സാമ്പത്തികമായി നാം അത് വാങ്ങി അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു തആല നമുക്ക് നൽകി. എത്ര ആളുകൾ നമുക്ക് ചുറ്റുവട്ടത്തും ജീവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി എല്ലാ നിലക്കും കഴിവുള്ളവരാണ്. അവർക്ക് കൃഷി ചെയ്യാനുള്ള കൃഷിയിടങ്ങളുണ്ട്. ആ കൃഷിയിടങ്ങളിൽ നിന്നും അവർ കൊയ്തെടുക്കുന്ന നെല്ലോ അതല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ വേണ്ട രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ മെഷീനറികളും അവരുടെ കയ്യിലുണ്ട്. അത് പാകം ചെയ്ത് ഭക്ഷണമാക്കി തെളിയിലാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പാചകക്കാരികളുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും അവരുടെ തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, അതല്ലെങ്കിൽ കിഡ്നി നഷ്ടപ്പെട്ടു പോയിട്ട് ഭക്ഷണത്തിനും വെള്ളത്തിനെല്ലാം ലിമിറ്റാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാൻ കഴിയുന്നില്ല. ഷുഗർ കാരണം അവർക്ക് അതേ അന്നപാനീയങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശമാണ്. ഇങ്ങനെ എത്ര ആളുകൾ നമുക്ക് ചുറ്റുഭാഗത്തുമുണ്ട്. അല്ല, എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, എന്തുമാത്രം വിഷമിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര ആളുകളാണ് മരിച്ചു വീഴുന്ന സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകി അത് കഴിക്കാൻ ആരോഗ്യം നൽകി, എല്ലാം നൽകിയ അള്ളാഹുവിനെ നാം എങ്ങനെ മറക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ്? വെറും അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അകല തുആമൻ, ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് സുമ്മ ഖാല, അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹി ഈ രൂപത്തിലാണ് അല്ലാഹു തആലക്ക് നമ്മൾ ഹംദ് പറയേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തുആം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവെ നിനക്കാകുന്ന സർവസ്തുതിയും, വറസഖനീഹി, ഈ ഭക്ഷണം അള്ളാഹുവെ എനിക്ക് നീ നൽകി, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു ശക്തിയുമില്ല, എല്ലാം നീ നൽകിയതല്ലാതെ മറ്റൊന്നും എനിക്കില്ല അള്ളാഹു, അതുകൊണ്ട് എല്ലാ സ്തുതികളും നിനക്കാകുന്നു എന്ന അർത്ഥത്തിൽ ഒരാൾ അള്ളാഹു തആലക്ക് ഈ രൂപത്തിൽ ഹംദ് പറഞ്ഞാൽ ഗുഫിറ ലഹു, അള്ളാഹു തആലക്ക് എല്ലാ പാപങ്ങളും ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കും. മാ തഖദ്ദം മിൻ ദംബിഹി വമാ തഅഖറ, അയാൾ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല അല്ലാഹു നൽകിയ നിഅമത്തിന് ശുക്റായിട്ട് ഹംദ് പറഞ്ഞ വകയിൽ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹം, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും റബ്ബിനോട് അങ്ങേയറ്റം നമ്മൾ കടപ്പെട്ടവരാണ്, നന്ദി പ്രകടിപ്പിക്കേണ്ട ആളുകളാണ്. നന്ദിയുടെ ഒരിക്കലും കാണിക്കാൻ പാടില്ല. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങളിൽ നന്ദിയുള്ള അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.